ഫ്രണ്ട്സ്, ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഒരു കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. അത് 3 പ്രാവശ്യം നന്നായി അരച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായി ബീറ്റ് ചെയ്യാം. ബീറ്റായ എഗ്ഗിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇട്ട് കൊടുക്കാം. ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ. കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്യുക. നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ കുറച്ച് ഇതിലോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ 1/4 കപ്പ് എടുത്ത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പാലും ഫ്ലോറും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല. ഇതിലേക്ക് റെഡ് ജെൽ കളർ 4-5 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ബാറ്റർ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകുന്ന വരെ ടാപ്പ് ചെയ്യാം. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഈ ബാറ്റർ വെക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. കേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വെക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ചൂടാറിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം കേക്കിന്റെ ഒരു ലെയർ ഇതിലോട്ട് വെച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ചെടുക്കാം. ബാക്കിയുള്ള ലെയേഴ്സും അതുപോലെ ചെയ്യാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡിസൈൻ ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. കേക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.